ഹലോ. ഈ പാവയ്ക്ക കറി എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ കയ്പ്പ് കാരണം കഴിക്കാനും തോന്നൂല അല്ലേ? ഇനി ഇതിൻ്റെ കയ്പ്പൊക്കെ ഒരു പരിധി വരെ കുറച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായി വന്ന കയ്പ്പയ്ക്കാണ് 2 ഞാൻ അതിനൊക്കെ ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഇത്തിരി കയ്പ്പ് കുറയാൻ സഹായിക്കും. ഇനി അതിലേക്ക് ആവശ്യമായ ഒരു ചെറിയ സവാള, 2-3 പച്ചമുളക്, ഒരു തക്കാളിയും കൂടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ ചിരവിയതും അതിലേക്കൊരു 2 ചെറിയുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. തേങ്ങ വറുത്തരച്ച കറി, അതുകൊണ്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കഴുകി വാരിയെടുത്ത കയ്പ്പയ്ക്കയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ഒന്ന് വഴന്നു വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി അതൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. തേങ്ങയൊക്കെ അരച്ച് വന്നു. ഇനി കറിയിലേക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ചേർത്ത് കൊടുത്ത ശേഷം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറി തേങ്ങ വറുത്തരച്ച് പുളിയൊക്കെ ഒഴിച്ച് വയ്ക്കുന്നതുകൊണ്ട് അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും, നല്ലൊരു മണവുമായിരിക്കും. ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കറി ഒന്ന് ഇത്തിരി കുറുകി വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിയിലേക്ക് ഇനിയിപ്പോൾ കടുക് വറുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ സവാള വഴറ്റുന്ന സമയത്ത് കടുക് വറുത്തിട്ടതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.